ചക്കി. ചക്കി ശങ്കരന്റെ കൂടെ പൊക്കളഞ്ഞു. ഇത് ഗോമുവാ. ഞാൻ ശങ്കരൻ, ശങ്കരന്റെ പെണ്ണ് ചക്കി. ചക്കി ശങ്കരൻ. ഇരുമ്പ് പോലത്തെ കൈ. ഇരുമ്പ് പോലത്തെ അല്ല, ഇരുമ്പ് തന്നെ. എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഒരു രസം. രസമേ ഉള്ളൂ, സ്നേഹമില്ലേ? ഇല്ല. സ്നേഹമില്ലാതെ രസിച്ചാൽ ഞാൻ നശിച്ചു പോവും. നശിച്ചോട്ടെ. ചേട്ടൻ വലിയ കുടുംബക്കാരനാണ്. അതെ. ഞങ്ങൾ പാവങ്ങളാ. അതെ. ഞാൻ പോന്നു. പോകണ്ട. ചക്കി, എന്റെ ചക്കി. ആരവിടെ? കണ്ടില്ല എന്റെ പെണ്ണിന്റെ മുഖത്ത് തൊടുന്നത്? ആര് തൊട്ടു? ചന്ദ്രൻ. നോക്ക്. നിലാവിനെ കൊണ്ടുപോലും എന്നെ തൊടിയിക്കില്ലേ? അയ്യോ സാറേ, തല്ലല്ലേ, പോലീസുകാരൻ മൊയ്തീനാണ്. താൻ എന്തിനാണ് ഇവിടെ കറങ്ങി കിടക്കുന്നത്? ഇൻസ്പെക്ടറെ എണ്ണ കാച്ചാൻ കുറച്ച് കുറുന്തോട്ടി വേണമായിരുന്നു. രാത്രി അവിടെ കുറുന്തോട്ടി ഓടിക്കുന്നത്? ഒരു ദിവസം പകല് ആ വീടിന്റെ പുറകെ കിടക്കുന്നു കണ്ടു. അയ്യോ സാറേ, തല്ലല്ലേ, സത്യം പറയാം, സത്യം പറയാം. ഒളിയിൽ നടക്കുന്ന ഒരു പ്രതി അന്വേഷിച്ചു വന്നാണ്. ഏത് പ്രതി? ഒരു കൊലക്കേസിലെ പ്രതി. ആ ഗോമുവിന്റെ വന്ന പപ്പുണ്ണി അവന്റെ ഒരു പരിചയക്കാരനാണ്. മേലാൽ തന്നെ ഇവിടെ കണ്ടുപോയത്. പടച്ചോല്ല. അയ്യോ, ആരായിരുന്നു ചേട്ടാ? ആ പോലീസുകാരൻ മൊയ്തീൻ. അയാൾ എന്തിനാ ഇവിടെ പതുങ്ങി പതുങ്ങി നടക്കുന്നേ? കുറുന്തോട്ടി പറിക്കാൻ. കുറുന്തോട്ടി? ആ കുറുന്തോട്ടി നീ അറിയില്ലേ? അവൻ ഏതാണ്ട് പ്രതി അന്വേഷിച്ചിറങ്ങിയതാ. തല്ലുകൊടുക്കാ പറഞ്ഞു വിട്ടു. എനിക്ക് പേടിയാവുന്നു. നീ എന്തിനാ പഠിക്കുന്ന? നിന്റെ പ്രതി ഉണ്ടോ? പിന്നെ ആരോ പാത്തും പതുങ്ങി വരണുണ്ടല്ലോ. പപ്പുണ്ണിയാ സാറേ ഞാൻ. ഇത് പോലെ മോളെ, ചാപ്പാട് വല്ല ഇരിപ്പുണ്ടോ? ഉണ്ട്. ആ, ഈ സ്ത്രീ കൂടെ വല്ലതും കൂടെ കറിക്കകത്തേക്ക് വെക്കോ. നീ അകത്തേക്ക് കൊണ്ടു. ആ പോലീസുകാരൻ മൊയ്തീൻ കുറച്ചു നേരത്തെ ഇവിടെ പാത്തും പതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. സാറേ, എന്റെ കൂടെ വന്നോളെ അല്പം ചായച്ചരക്ക അവളെ അന്വേഷിച്ചോട്ടായിരിക്കും. എന്റെ സഹായം വേണോ? വേണ്ടി വരും സാർ. സാർ, അവൾ അല്പം മോശമായിട്ട് ജീവിച്ചോളാം. അവളെ രക്ഷിക്കേണ്ട ഒരു ഘട്ടം വന്നു. ഞാൻ രക്ഷിച്ചു. ആ കൂട്ടത്തിൽ ഒന്ന് കുത്തേണ്ടതായിട്ടും വന്നു സാർ. ആരെ? അവളുടെ ഒരു അടുപ്പക്കാരന്. പാസ്സായോ? പാസ്സായി സാർ. കടാരി ഊരുന്നതിന് മുമ്പ് പാസ്സായി. ഞാൻ തോളിനാ ഉന്നം വെച്ചത്. അവന്റെ കൈപ്പുറം അവളുടെ നേരെ ചങ്കിനാ വന്നത് സാർ. ഞാൻ മുങ്ങും സാർ. മുങ്ങിക്കോ, ഞാനേറ്റു. പക്ഷെ ഗോമ പറയണ്ട കേട്ടോ, അവള് പേടിക്കും. എന്നെ പറ്റി നിന്റെ അച്ഛനോട് ചോദിച്ചറിഞ്ഞാ മതി. ആ പിന്നിലിരിക്കുന്ന മനുഷ്യനാരാ? ഇവിടെ അടുത്തുള്ളതാ. എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അച്ഛനും ശങ്കരകുട്ടി അച്ഛനും തമ്മിൽ സ്നേഹമാണ്. എന്താണ് അയാൾക്ക് ജോലി? ഒന്നുമില്ല. പിന്നെ എങ്ങനാ ജീവിക്കുന്നത്? ജീവിക്കാനുള്ള വക വീട്ടിലുണ്ട്. ജോലിക്ക് പലയിടത്തും ശ്രമിക്കുന്നുണ്ട്. ഓഹോ, ഇപ്പൊ അയാൾ ഓരോ വീടും കയറി ഇറങ്ങി നടക്കുകയാണോ? ചേട്ടൻ ഇവിടെ വരുമെന്നേ ഉള്ളൂ. ആഹാ, ഇവിടെ എന്താ പ്രത്യേകത? മോളെ, മോളെ, ഇതാ മോളെ, അച്ഛൻ പോവുക. ഊണ് കഴിച്ചിട്ട് പോയാ പോരെ അച്ഛാ? വേണ്ട വേണ്ട വേണ്ട. അച്ഛനെ കോട്ടയത്തിന് പോയി റാവ് ഫയൽമാനെ ഒന്ന് കാണണം. ഒരു കുസ്തിക്ക് ഏർപ്പാട് ചെയ്യണം. ഇവിടെ കൺട്രാക്ട് അവറാച്ചനോട് അയാളെ ഒന്ന് ബുക്ക് ചെയ്ത് കൊടുത്താലാവുന്ന ഞാൻ ഏറ്റിരിക്കാം. അഡ്വാൻസും മേടിച്ചു. അത് എനിക്കുള്ളതാ. അതാണ് എന്റെ കമ്മീഷൻ. സാറേ, റാവ് ഫയൽമാനെ എന്റെ ശിഷ്യനാ. എന്തിനാ ഇപ്പൊ ഈ രാത്രി പോണത്? പോയ തീരു പങ്കി. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഗോവിനോട് ചോദിച്ചാൽ മതി. ഇറങ്ങട്ടെ സാറേ.
അച്ഛൻ വല്ലതും പറഞ്ഞോ? ഏതാ ചേട്ടാ ഇവര്? പങ്കിയമ്മ. ഏത് പങ്കിയമ്മ? നമ്മുടെ പങ്കിയമ്മേ. ആരുടെ പങ്കിയമ്മ? പപ്പുണ്ണി കൂട്ടിക്കൊണ്ടുവന്ന പങ്കിയമ്മ. ഓ, ചേട്ടന്റെ ഒരു തമാശ. അതിൽ കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞൂടെ. നീ പോയി രണ്ടുപേരും കൂടി അത്താഴമുണ്ട് കിടന്നുറങ്ങിക്കോ. ഞാൻ പോട്ടെ. ചേട്ടൻ പോവാണോ? എനിക്ക് പോണം. നാളെ രാവിലെ ഒരു സ്ഥലത്തെത്തണം, അത്യാവശ്യം. നീ അതൊരു കഥ അടച്ചോ. എന്താ കേട്ടില്ലേ? അതൊരു കഥ അടയ്ക്കാൻ നിന്നിട്ട് വേണം എനിക്ക് പോവാൻ. പോവില്ലേ? ബാക്കിയും കൂടെ. ഓ, നമ്മുടെ പങ്കിയമ്മ പോയി കഥ കടയ്ക്ക്. അടയ്ക്കുണ്ടേ കഥ. പപ്പുണ്ണി, പപ്പുണ്ണി ഇല്ലേ ഇവിടെ? പപ്പുണ്ണി. ആരെ? ഞാനാ, ചേട്ടനാ. അച്ഛനായ ചേട്ടനല്ലേ? അതെ. പപ്പുണ്ണി ഇല്ലേ? അച്ഛൻ കോട്ടയത്ത് പോയിരിക്കുക. അകത്ത് വേറെ ആരാ? അച്ഛൻ സന്ധ്യക്ക് കൊണ്ടുവന്നവരാ. ആരാണെന്ന് എനിക്കറിയില്ല. ചേട്ടനൊന്ന് പോവോ? ഇല്ല. ഇതാ ചായപ്പിന്റെ താക്കോൽ. അകത്ത് മെഴുകുതിരിയുണ്ട്. തീപ്പെട്ടിയുണ്ടോ? നീ പോയി കിടന്നുറങ്ങിക്കോ. നീ അതവിടെ വച്ചേക്കുമോ? ഞാൻ എടുത്ത് ഊണ് കഴിച്ചോളാം. ഞാൻ വിളമ്പിത്തരാം. ചേട്ടനൊന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. നീ അങ്ങനെ കുറച്ച് കാണണ്ട. ഞാൻ ഇന്നലെ ഒന്നും കഴിച്ചതല്ല. ഞാനെടുത്ത് ഊണ് കഴിച്ചോളാം. നീ പൊക്കോ. ഞാൻ വന്നത് ആ സ്ത്രീ അറിഞ്ഞോ? അറിഞ്ഞിട്ടില്ല. എന്നാ നീ പോയി കഥ കടച്ച് വിളക്കണച്ച് കിടന്നുറങ്ങിക്കോ. ഞാൻ ഊണ് കഴിച്ച് കിടന്നോളാം.